ഫാത്തിമ മാതാവിനോടുള്ള അത്ഭുത നൊവേന. രണ്ടാം ദിനം. പ്രാർത്ഥന. ജപമാല പ്രാർത്ഥനയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഫാത്തിമയിലെ കുരുന്നിടയ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയ എത്രയും പരിശുദ്ധയായ കന്യകാമറിയമേ, ജപമാല ഭക്തിയോടുള്ള യഥാർത്ഥ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അതുവഴി ജപമാലയിൽ നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഇടവിടാതെ ധ്യാനിക്കുന്ന ഞങ്ങൾ ഏറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പാപികൾക്ക് മാനസാന്തരമുണ്ടാവുന്നതിനും ഇടയാക്കണമേ. ലോകത്തിൻ്റെ മാനസാന്തരവും ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന നിയോഗവും. ഈ സമയത്ത് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഈ നൊവേനയിലൂടെ അവിടുത്തെ മഹത്വത്തിനും അതുവഴി ദൈവമഹത്വത്തിനും അങ്ങയുടെ മക്കളുടെ ഐശ്വര്യത്തിനുമായി അവിടുത്തെ പുത്രൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഫാത്തിമ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല റാണി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സംഭവം: മാലാഖയുടെ രണ്ടാം വെളിപ്പെടുത്തൽ. സ്ഥലം: ലൂസിയുടെ വീടിന് സമീപം, പോക്കോ ദോ അർണിയറോ. 1916 ഒരു ഗ്രീഷ്മകാലത്താണ് ലൂസിയയ്ക്കും ഫ്രാൻസിസ്കോയ്ക്കും അവൻ്റെ സഹോദരി ജസീന്തയ്ക്കും മാലാഖയുടെ രണ്ടാമത്തെ വെളിപാട് ലഭിച്ചത്. മാലാഖ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുക, കൂടുതലായി പ്രാർത്ഥിക്കുക. ഈശോയുടെയും മറിയത്തിൻ്റെയും ഹൃദയത്തിന് നിങ്ങളോട് അതിരറ്റ കരുണയുണ്ട്. നിരന്തരം പ്രാർത്ഥനയും ത്യാഗങ്ങളും അത്യുന്നതങ്ങളിലേക്ക് സമർപ്പിക്കുക. ഞങ്ങൾക്ക് എപ്രകാരം പരിത്യാഗ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കും? അവർ ചോദിച്ചു. നിങ്ങൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഓരോ പരിത്യാഗ പ്രവർത്തികളായി ദൈവത്തിന് സമർപ്പിക്കുക. ഈശോ ക്രൂശിക്കപ്പെടാൻ കാരണമായ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായും പാപികളായ മനുഷ്യരുടെ മാനസാന്തരത്തിനു വേണ്ടിയും ഇവ ദൈവത്തിന് സമർപ്പിക്കുക. ഇപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിൽ സമാധാനം സ്ഥാപിക്കാൻ സാധിക്കും. ഞാൻ ഈ രാജ്യത്തിൻ്റെ കാവൽ മാലാഖയാണ്, പോർച്ചുഗീസിൻ്റെ കാവൽ മാലാഖ. എല്ലാത്തിനും ഉപരിയായി ദൈവം നിങ്ങൾക്ക് നൽകുന്ന ദുഃഖങ്ങൾ പൂർണ്ണമായ വിധേയത്വത്തോടെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുക. ഇത്രയും പറഞ്ഞ് മാലാഖ അപ്രത്യക്ഷനായി. സുകൃത ജപം. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ,